സത്യം പറഞ്ഞാൽ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ തോരൻ വെക്കാനും മെഴുക്കുപുരട്ടാനും വേണ്ടി കുനുകുനാന്നൊക്കെ അരിഞ്ഞെടുക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ചോപ്പർ കിട്ടിയതിന് ശേഷം ഭയങ്കര ഈസി ആയിട്ട് ദേ ഇതുപോലെ ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നലെ തന്നെ ഇതിന്റെ ഒരു വീഡിയോ വേറൊരു ബീട്രൂട്ട് ചോപ്പ് ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് സെയിം സംഭവമാണ്, രണ്ട് ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസ് ആണല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുന്ന രീതി മാത്രമേ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പയറായാലും വെണ്ടയ്ക്കായാലും ഒക്കെ ഈ ഒരു ചോപ്പറിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ പ്രീതിയുടെ ചോപ്പറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊന്നും നിങ്ങൾ മൈൻഡാക്കാൻ വേണ്ട. ഏതെങ്കിലും ഒരു ചോപ്പർ ഇതുപോലെ വാങ്ങിയാൽ മതി. ഇതിപ്പോൾ മിക്സർ ഗ്രൈൻഡറിന്റെ കൂടെയുള്ള ചോപ്പറാണ് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഇട്ട വീഡിയോയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു മിക്സിയിൽ നമ്മൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് വാഷ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതുപോലെ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വാങ്ങുമ്പോൾ ഒറ്റയടിക്കേനെ എല്ലാം അങ്ങ് പല രീതിയിൽ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാമല്ലോ.